ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവർക്കും അറിയാം. എന്നാലോ 90% ആൾക്കാരും ചെയ്യുകയില്ല. അവസാനം വലിയൊരു പണി കിട്ടിക്കഴിഞ്ഞായിരിക്കും നമ്മളത് അന്ന് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അതെന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം വാഹനങ്ങൾ നമ്മളെല്ലാവരും സമയാസമയമുള്ള സർവീസുകൾ മുടക്കാതെ ചെയ്യാറ്. എന്നാലോ നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ പല്ലുകൾ എത്ര പേര് സമയാസമയം പീരിയോഡിക് ചെക്കപ്പ് കറക്റ്റായി ചെയ്യാറുണ്ട്? ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലിനിക്കിൽ ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ പല്ല് വേദനയായിട്ട് വന്നു. ആളുടെ പല്ല് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പല്ലിന് അത്യാവശ്യം കേട്, നല്ലോണം വേരിന്റെ ലെവൽ വരെ കേട് വന്നൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും കേട് വന്ന് മോശമായതുകൊണ്ട് തന്നെ നമുക്ക് ആളുടെ പല്ല് എടുത്തു കളയേണ്ട സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എടുത്തു കളഞ്ഞ പല്ലായതുകൊണ്ട് നമുക്ക് അവിടെ പകരം പല്ല് വെക്കാൻ വേണ്ടി ആൾക്ക് ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടിയും വന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസം മുന്നേ ഇദ്ദേഹം ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഈ പല്ല് ഒരു സാധാരണ ഫില്ലിങ്ങോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ക്യാപ്പ് ഇട്ടോ നമുക്ക് ആ പല്ലിനെ അവിടെ സേവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലോട്ട് വന്നുകൊണ്ട് നമുക്ക് ആ പല്ല് എടുത്തു കളയേണ്ടി വന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് നമ്മൾ പേഷ്യൻസിനോട് 6 മാസം കൂടുമ്പോഴുള്ള ഡെന്റിസ്റ്റ് ചെക്കപ്പ് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറയുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.